ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹെയർ ഓയിൽ ആണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കേശവർദ്ധിനി എന്ന് പറയുന്ന ചെടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് എണ്ണ കാച്ചാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേശവർദ്ധിനി. ഒരുപാട് പേര് അതിനെക്കുറിച്ചൊക്കെ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു പക്ഷെ അറിയാൻ പറ്റും. അത്രയും നല്ല ഒരു ചെടിയാണ്. ഈ ഒരു ഓയിൽ തയ്യാറാക്കി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിച്ച് വരികയാണ്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ്. മുടിയുടെ സ്പ്ലിറ്റൻസ് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞു. മുടി കുറച്ചുകൂടി സ്ട്രെങ്ത് വെച്ച പോലെ തോന്നി. അപ്പം ഞാനിപ്പോൾ മുടിയൊന്ന് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളായി മുടി കെട്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുടിയൊന്ന് കട്ട് ചെയ്തത്. അപ്പോൾ പലരും പറയാറുണ്ട് എൻ്റെ ടൈപ്പ് മുടിയാണ്, അപ്പോൾ അതിൻ്റെ ഹെയർ കെയർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും മിനിമം കുളിച്ചിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് താളിയോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയറിലെ ഓയിലൊക്കെ നമുക്ക് കഴുകിക്കളയാം. ഹെയറിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എങ്കിലും വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട. നമ്മുടെ കേശവർദ്ധിനി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മുടി കൊഴിച്ചിൽ, താരൻ, അകാലനര എന്നിവയ്ക്കെല്ലാം നമുക്ക് പരിഹാരം കാണാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേശവർദ്ധിനി എന്ന് പറയുന്ന ചെടി. അപ്പോൾ അതിൻ്റെ 2 തണ്ട് ആണ് നമ്മളിവിടെ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണമുണ്ട് ഇതിന്. പിന്നീട് നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. അതിൻ്റെ ഉള്ളിലെ ജെല്ലാണ് നമുക്ക് വേണ്ടത്. അനേകം ഔഷധ ഗുണങ്ങളുള്ള കറ്റാർവാഴയും കേശ സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ, സി, ഇ, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് എന്നിവ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും മുടി കൊഴിച്ചിലൊക്കെ തടയാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. മുടിക്ക് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാനായിട്ടും ഒരു തിളക്കമൊക്കെ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ മുടിയിൽ വന്നിട്ടുള്ള ചേഞ്ച് ഞാൻ കാണിച്ചു തരാം. നല്ല ഒരു ഗ്ലോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നല്ലൊരു സ്മൂത്ത്നെസ് ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഇലയും കറ്റാർവാഴയും കൂടി നമ്മൾ മിക്സിയിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിവിടെ അരിച്ചാണ് എടുക്കുന്നത്. നമ്മൾ എണ്ണ കാച്ചാനായിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ചിരട്ടക്കൈയിൽ അളവിലാണ് ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ കേശവർദ്ധിനിയും അതുപോലെ തന്നെ കറ്റാർവാഴ ജെല്ലും ചേർന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ജ്യൂസില്ലേ, അതും നമ്മൾ 2 കൈയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് തുല്യ അളവിലാണ് നമ്മൾ ഓയിലും അതേപോലെ ഹെർബൽ ജ്യൂസും എടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് അടപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ്. ഓയിൽ തയ്യാറാക്കുമ്പോൾ പലരും നേരിടുന്നൊരു പ്രശ്നം ഇത് കരിഞ്ഞു പോവുക കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓയിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറാൻ പാടില്ല. പാകം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതിനൊരു ഗുണം കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയമുള്ളപ്പോൾ വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ തിളപ്പിച്ച് എടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ അരിച്ചെടുത്തത് കൊണ്ട് കൊറ്റനും കാര്യങ്ങളും കുറവാണ്. ഇപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ നിറമൊക്കെ മാറിയിട്ട് നമ്മുടെ ആ ഒരു എണ്ണയിലേക്ക് സത്തൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. പിശടൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് എണ്ണ തിളയ്ക്കുന്ന ആ ഒരു ഇതിലേക്ക് വരും. നമ്മുടെ ഈ ഒരു ഓയിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള ലക്ഷണമാണ്. ആ ഒരു സമയത്ത് നമുക്ക് എണ്ണ തയ്യാറായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എണ്ണയുടെ കളറൊന്നും മാറിപ്പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താൽ തന്നെയും ഒരല്പം കൂടി മൂപ്പ് വരും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ തീ ഓഫ് ചെയ്ത് വയ്ക്കുക. ചട്ടി അതിന് ശേഷം മാറ്റി വയ്ക്കുക. അടപ്പിൽ തന്നെ വയ്ക്കാതെ മാറ്റി വയ്ക്കാനും ശ്രദ്ധിക്കണം. ഓയിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചൊരു കുപ്പിയിൽ ഒഴിച്ചിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അതനുസരിച്ച് നമുക്ക് കുറച്ച് ആഴ്ചയിൽ 1 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് ഹെഡ് മസാജ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് ഉപയോഗിച്ചിട്ട് ബാക്കി ദിവസങ്ങളിൽ കുളിക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് ഓയിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് പോണത്. ആഴ്ചയിൽ 1 2 ദിവസം നമ്മുടെ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുക. അപ്പം ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ മുടി വാഷ് ചെയ്ത് ഉണങ്ങി വന്നിട്ടുണ്ട്. മുടിയുടെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറി നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം അവരുടെയൊക്കെ വീട്ടിലൊരു പക്ഷേ കേശവർദ്ധിനി ഉണ്ടാകും.
അവരത് അറിയപ്പെടാതെ പോകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഹോം മെയ്ഡ് ടിപ്സുകളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.